ചെയ്യാൻ താല്പര്യമുണ്ട്, വേക്കൻസി ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാ, അപ്പൊ ഞങ്ങൾക്കൊന്നും ഈ വേറെ സംസ്ഥാനങ്ങളിൽ വണ്ടി പോയി പരിചയമില്ല, റൂട്ട് പരിചയമില്ല, അധികം ഭാഷ വശമില്ല, ഇതൊക്കെ അവർ നമ്മൾ ചോദിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? നമുക്കാണെങ്കിലും ഇപ്പൊ ഈ യാത്ര ചെയ്താണ് തമിഴാണേലും അത്യാവശ്യമുള്ള ഹിന്ദിയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യാനുള്ള പരിചയത്തിൽ കൂടെ പഠിച്ചതും പിന്നെ നമുക്ക് അല്ലാണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദി നമുക്ക് മലയാളത്തിൽ വശമുണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാട്ടുകാർക്കാണെങ്കിൽ അത്രയും കൂടെ വശമില്ല. അവർക്കൊന്ന് സ്കൂളിലാണെങ്കിൽ എല്ലാ സ്കൂളിലൊന്നും ഹിന്ദി അവർക്ക് നിർബന്ധമില്ല, പഠിക്കുന്നില്ല. അപ്പം അത് കേരളത്തിൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഹിന്ദിയൊക്കെ അറിയാം. അത്യാവശ്യം ഭക്ഷണം മേടിച്ച് കഴിക്കാനോ വഴി വയ്ക്കാനോ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇച്ചിരി അറിയാവുന്നതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് ഇവരോട് റെഗുലറായിട്ട് സംസാരിക്കുമ്പോൾ നല്ലതായിട്ട് റെഡിയായി വരികയും ചെയ്യും. ഏകദേശം ഒരു 2 ട്രിപ്പൊക്കെ പോയിട്ട് നമ്മളോട് ഹാൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം സംസാരിക്കും, കടകളിൽ കയറി സംസാരിക്കും, ഈ കമ്പനിയിലൊക്കെ കയറുമ്പോൾ അവരോട് സംസാരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പഠിക്കും. നമ്മൾ വലിയ എക്സ്പെർട്ട് ആവുന്നല്ല, നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാനും ജീവിക്കാനും യാത്ര ചെയ്യാനുള്ള ഭാഷ നമുക്ക് വശപ്പെടും. ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും വെള്ളത്തിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങള്, അതൊക്കെ ഇതൊക്കെ നമുക്ക് വശമായി വരും. അങ്ങനെ അതാണ് ഒരു കാര്യം. പിന്നെ റൂട്ട് അറിയാന് ഇപ്പൊ നേരത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഫോണോ ഈ ഇന്റർനെറ്റ് സംവിധാനം ഒന്നുമില്ല. ആ കാലത്ത് നമ്മൾ ആരെങ്കിലും കൂടെയൊക്കെ പോയി വഴിയൊക്കെ പഠിച്ചും അല്ലെങ്കിൽ റൂട്ടൊക്കെ പേപ്പറിൽ എഴുതിയൊക്കെ പോയി ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ കാലമൊക്കെ മാറി, എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഫോണില്. നമ്മൾ ഒരു ലൊക്കേഷനിൽ ലോൺ എടുത്താല് അത് ഇറക്കേണ്ട ലൊക്കേഷൻ വരെ പോകാൻ നമുക്ക് വേണ്ടത് നമുക്ക് ആഹാരം കഴിക്കണം, നമുക്കല്ലെങ്കിൽ കുളിക്കണം, ഫ്രഷ് ആവണം, പിന്നെ വണ്ടിക്ക് വേണ്ട കാര്യങ്ങൾ, ഡീസല്, ഇതെല്ലാം നമ്മുടെ കമ്പനിയും പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രം മതി. അപ്പൊ കമ്പനിയുടെ ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ളൂ. അപ്പൊ അതിന് ഭാഷ പിന്നെ തടസ്സമല്ല. റൂട്ട് അത്യാവശ്യം മാപ്പ് ഫോണിലോ ഒട്ടും തിട്ടമില്ല, നമുക്ക് മാപ്പ് ഉപയോഗിച്ചു പോവാം. പിന്നെ മിക്കവാറുള്ളത് എല്ലാം ഓരോ സ്റ്റേറ്റ് കയറി പോകുന്ന ഒരേ ഹൈവേ ആയിരിക്കും. നമുക്ക് റൂട്ടിന്റെ പേര് അറിയുവാണെങ്കിൽ മാപ്പിനാണ്ട് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കൂടെയുള്ള കമ്പനിയുള്ള ആൾക്കാരെ വിളിച്ചു ചോദിച്ചാൽ മാപ്പും വഴിയൊക്കെ പറഞ്ഞു. അപ്പം വഴി അറിയത്തില്ല, ഭാഷ വശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ജോലി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു വെച്ചാൽ നമുക്ക് പുതിയ സ്ഥലങ്ങൾ കാണാം, ഇതുപോലെ ഭാഷ പഠിക്കാം. പിന്നെ നാട്ടിൽ ഓടിക്കുന്നതിനെക്കാളും സാമ്പത്തികമായിട്ടുള്ള വരുമാനം വെച്ച് നോക്കുമ്പോഴാണ് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ട്. സ്ഥിരമായിട്ട് ഈ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതല്ല, നമുക്ക് ഒരു താല്പര്യമുള്ള സമയത്ത് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് വന്ന് കുറച്ചാൾ വണ്ടി ഓടിച്ചതുപോലെ കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നമ്മൾ തൊഴിലാണ് ചെയ്യുന്നത്. ആ തൊഴിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് നാഷണൽ പെർമിറ്റ് ഓടിക്കണമെന്ന് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് നാഷണൽ പെർമിറ്റ് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട, നമ്മളെ കൊണ്ട് സാധിക്കും. വിജയവാഡ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ 5ാമത്തെ ടോൾ പ്ലാസയിലാണ് നമ്മൾ പോയി എത്തി നിൽക്കുന്നത്. ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി. സമയം 2:52 ആയപ്പോഴത്തേക്കാണ് ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാനായിട്ട് നമ്മൾ